അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് സി ഓഫ് എക്സ് ഈസ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് സി ഓഫ് എക്സിലുള്ള എല്ലാ കോഷി സീക്വൻസും അതിലുള്ളൊരു പോയിന്റിലേക്ക് തന്നെ അല്ലെങ്കിൽ അതിലുള്ളൊരു ഫംഗ്ഷനിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നതെന്നാണ് പറയേണ്ടത്. അപ്പോൾ ലെറ്റ് സീക്വൻസ് എഫ് എൻ ബി എ കോഷി സീക്വൻസ് ഇൻ സി ഓഫ് എക്സ്. കോഷി സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇൻ ദ മെട്രിക് സ്പേസിലുള്ള കോഷി സീക്വൻസ് ആണ്. ആ മെട്രിക് സ്പേസിലുള്ള മെട്രിക് ഡി ഓഫ് എഫ് ജി എന്ന് പറഞ്ഞാൽ നോം ഓഫ് എഫ് മൈനസ് ജി ആണ്. സോ സീക്വൻസ് എഫ് എൻ കോഷി സീക്വൻസ് ആയതുകൊണ്ട് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എൻ എൻ സച്ച് ദാറ്റ് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇത് മെട്രിക് സ്പേസിലുള്ള കോഷി സീക്വൻസിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഇവിടെ ഡി എഫ് എൻ എഫ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മളെ ഡി എഫ് എൻ എഫ് എം എന്ന് പറഞ്ഞാൽ നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എം എന്ന് കിട്ടും. സോ നോം എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് എം ഓഫ് എക്സ്. സോ supremum is less than epsilon means each element is less than epsilon. So that implies modulus of fn of x minus fm of x less than epsilon for all n, m greater than or equal to n. Then നമ്മുടെ കോഷി ക്രൈറ്റീരിയ ഫോർ യൂണിഫോം കൺവേർജൻസ് പ്രകാരം നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കോഷി ക്രൈറ്റീരിയ ഫോർ യൂണിഫോം കൺവേർജൻസ് ഓഫ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് പ്രകാരം എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു സം ഫംഗ്ഷൻ എഫ്. സോ നമ്മളത് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എഫിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് കോഷി സീക്വൻസ് സി ഓഫ് എക്സിലുള്ള കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ആ കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ സി ഓഫ് എക്സിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ? സി ഓഫ് എക്സിലുണ്ട് എന്ന് വെച്ചാൽ എഫ് ഈസ് ബൗണ്ടഡ് ആൻഡ് കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ സി ഓഫ് എക്സിൽ നിന്നാണ്. അപ്പോൾ ഓരോ എഫിനും എന്താണ്? ബൗണ്ടഡ് ആൻഡ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഓരോ എഫിനും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഒരു തിയറം ഉണ്ടായിരുന്നു. ഈച്ച് എഫ് എൻ കണ്ടിന്യൂസ് ആവുകയും എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആവുകയും ചെയ്താൽ എഫ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഫ് കണ്ടിന്യൂസ് എന്ന് കിട്ടും. അപ്പോൾ ഇനി എഫ് സി ഓഫ് എക്സിലുണ്ട് എന്ന് പറയാൻ വേണ്ടി എഫ് ഈസ് ബൗണ്ടഡ് എന്നേ പറയണ്ടു. അതിന് നമ്മൾ എഫ് എൻ എഫിലേക്ക് കൺവേർജൻ്റ് ആണ്, യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ കൺവേർജൻ്റ് ആണെങ്കിൽ എന്താ നമുക്ക് കിട്ടുക? നമുക്കൊരു ഏത് എപ്സിലോൺ എടുത്താലും ദർ ഈസ് എൻ എൻ സാറ്റിസ്ഫൈങ് എന്നല്ലേ. അപ്പോൾ ഞാൻ ഒരു എൻ ഫിക്സ് ചെയ്യും, സ്മോൾ എൻ ഫിക്സ് ചെയ്തുകൊണ്ട് എപ്സിലോൺ 1 എടുക്കും. അപ്പോൾ എന്താ? ഫോർ എവരി എപ്സിലോൺ ദർ എക്സിസ്റ്റ് എൻ എൻ. അപ്പോൾ ആ എൻ ഫിക്സ് ചെയ്തു. സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ലെസ് ദെൻ 1 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. ഇനി മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദെൻ സംതിങ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ അതിന് നമ്മളൊരു ആൽജിബ്രിക്കലി മാനിപ്പുലേഷൻ ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി മോഡ് എഫ് ഓഫ് എക്സിന് ലെസ് ദെൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് പ്ലസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാം. മോഡ് എഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാം. മോഡ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എൻ ഓഫ് എക്സ് സി ഓഫ് എക്സ് എന്നായതുകൊണ്ട് എഫ് എൻ ഓഫ് എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് മോഡ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ലെസ് ദെൻ എം വേർ എം ഈസ് എ റിയൽ നമ്പർ ഫോർ ഓൾ എക്സ് ഇൻ എക്സ് എന്ന് എഴുതാം. സോ നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദെൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എം എന്ന് കിട്ടും. അതുകൊണ്ട് എന്തായി? എഫ് ബൗണ്ടഡായി. അപ്പോൾ എഫ് എവിടെയുണ്ട്? സി ഓഫ് എക്സിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു ദ ഫംഗ്ഷൻ എഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഞാനൊരു നോട്ട് ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ അത് കൺവേർജസ് വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക് ഓഫ് സി ഓഫ് എക്സും ആയിരിക്കും. സോ എവറി കോഷി സീക്വൻസ് ഇൻ സി ഓഫ് എക്സ് ഇസ് കൺവേർജൻറ്റ് ആൻഡ് സി ഓഫ് എക്സ് ഇസ് കംപ്ലീറ്റ്. ഇനി യൂണിഫോം കൺവേർജൻസും ഇൻ്റഗ്രേഷൻ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ ഈ ഇൻ്റഗ്രേഷൻ സൂചിപ്പിച്ചത് റിമൈൻ സ്റ്റിൽജസ് ഇൻ്റഗ്രലാണ്. അതായത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റും നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ റിമൈൻ സ്റ്റിൽജസ് ഇൻ്റഗ്രൽ നമുക്കൊരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ വേണം. ആൽഫ എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എഫ് എൻ ബിലോങ്സ് ടു ആർ ആൽഫ ഫോർ ഓൾ എൻ ആണ് ഓൺ ക്ലോസ്ഡ് എ ബി. എഫ് എൻ ബിലോങ്സ് ടു ആർ ആൽഫ എന്നാണ് എഫ് എൻ ഈസ് റിമൈൻ സ്റ്റിൽജസ് ഇൻ്റഗ്രബിൾ. And suppose that Fn converges to F uniformly on closed AB. Then F belongs to R alpha on closed AB and integral a to b f d alpha is equal to limit n tends to infinity integral a to b fn d alpha. That is integral a to b limit fn d alpha is same as limit
ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ. അപ്പം പറയുന്നത് എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എടുത്താൽ ഈച്ച് എഫ് എൻ റീമാൻ സ്റ്റിൽജസ് ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് എ ബി ആണ്. എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവേർജൻറ്റും ആണെങ്കിൽ ആ കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷനും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. ആ കേസിൽ ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. അതിനാദ്യം എപ്സിലോൺ എൻ ഈക്വൽ ടു നമ്മൾ എടുക്കുന്നതാണ്. ലെറ്റ് എപ്സിലോൺ എൻ ഈക്വൽ ടു സുപ്രീമം ഓഫ് modulus of fn of x minus f of x, where supremum is taken over all x in closed AB. Then supremum is actually, by our notation, it is actually norm of fn minus f1. So supremum equal to epsilon n means each element is less than or equal to epsilon n for any x in AB. So we get modulus of fn of x is less, modulus of fn of x minus f of x is less than or equal to epsilon n for all x belongs to closed AB. Now split the modulus and rearrange the terms. We get fn minus epsilon n less than or equal to f less than or equal to fn plus epsilon n. ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഹെൻസ് എന്നുള്ള ആ ലൈൻ നിങ്ങൾ വേണ്ട, അതൊന്ന് സ്ട്രൈക്ക് ചെയ്യണം. ലാസ്റ്റ് ലൈൻ വേണ്ട, കാരണം നമുക്കിവിടെ എഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു, എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് തെളിയിക്കുന്നതിന് മുന്നേ. അപ്പോൾ ആ ലാസ്റ്റ് ലൈൻ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ആ ലാസ്റ്റ് ലൈന് ശേഷം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് ലോവർ ഇൻ്റഗ്രലും അപ്പർ ഇൻ്റഗ്രലും എഴുതാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ലെസ് ദെൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദെൻ ഓർ ഈക്വൽ ടു എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് integral a to b f n d alpha minus epsilon n into integral d alpha. Integral d alpha is actually alpha of b. Integral a to b d alpha എന്ന് പറയുന്നത് alpha of b minus alpha of a, which is less than or equal to lower integral of f d alpha and less than or equal to upper integral of f d alpha, which is less than or equal to integral a to b f n d alpha plus epsilon n into alpha of b minus alpha of a. അതിനെ സ്റ്റാർന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ആ ഇന്നീക്വാലിറ്റീനെ സ്റ്റാർന്ന് കൊടുക്കുക. പിന്നെ ഈ ഇന്നീക്വാലിറ്റീനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. അതൊരു ആൾജിബ്രിക്കലി നമ്മൾ കുറേ മാനിപ്പുലേഷൻ നടത്തുന്നതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ നോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടും. -2 എപ്സിലോൺ എൻ ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ലെസ് ദെൻ ഓർ ഈക്വൽ ടു upper integral of f d alpha minus lower integral of f d alpha, which is less than or equal to 2 epsilon into alpha of b minus alpha of a എന്ന് കിട്ടും. Already this difference upper integral minus lower integral is always greater than or equal to 0 ആണ്. നമുക്ക് വേണ്ട പാർട്ട് മാത്രം എടുക്കുക. 0 less than or equal to upper integral f d alpha minus lower integral f d alpha less than or equal to 2 times epsilon n into alpha of b minus alpha of a എന്ന് കിട്ടും. സോ നമുക്ക് ഓൾറെഡി നമ്മളെ അസംഷൻ പ്രകാരം എഫ് എൻ ഗിവൺ ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്സിലോൺ എൻ 0 ടെൻഡ് ചെയ്യൂലേ, നമ്മളെ ഫേമസ് തിയറം പ്രകാരം എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 എസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അതാണ് നമ്മൾ ഈ സുപ്രീമത്തിനെയാണ് എപ്സിലോൺ എന്നെ ഡിനോട്ട് ചെയ്തത്. അതുകൊണ്ട് എഫ് എൻ എഫിലേക്ക് യൂണിഫോംലി കൺവേർജൻ്റ് ആയതുകൊണ്ട് എപ്സിലോൺ എൻ ടെൻസ് ടു 0 എസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. അതുകൊണ്ട് മുകളിലത്തെ ഇന്നീക്വാലിറ്റി നമുക്ക് പറയാൻ പറ്റും, അത് എൻ ലാർജ് ആവും, എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 0 പോകും. അപ്പോൾ അതിന് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത് ലെസ് ദെൻ സം എപ്സിലോൺ, നമുക്ക് ആസ് വി പ്ലീസ്, നമുക്ക് ഇഷ്ടമുള്ളത്രയും ചെറുതാക്കാൻ പറ്റും ഈ എപ്സിലോൺ എന്നിനെ. അപ്പോൾ നമുക്ക് 0 ലെസ് ദെൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ അപ്പർ ഇൻ്റഗ്രൽ എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ എഫ് ഡി ആൽഫ ലെസ് ദെൻ സം എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ, ആ ഡിഫറൻസ് 0 ആണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ അപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി ആൽഫ ഈക്വൾ ടു ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി ആൽഫ എന്ന് വെച്ചാൽ എന്താ, എഫ് ഈസ് റീമൈൻ ഇൻ്റഗ്രബിൾ എന്ന് കിട്ടും. എഫ് റീമൈൻ ഇൻ്റഗ്രബിൾ എന്ന് കിട്ടി. ഇനി നമ്മളെ ഇതേ ഇന്നീക്വാലിറ്റി സ്റ്റാർ നമ്മൾ പേര് വിളിച്ച ഇന്നീക്വാലിറ്റി ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് എപ്സിലോൺ എൻ ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ലെസ് ദെൻ ഓർ ഈക്വൽ ടു, നമുക്ക് ഇനി അതിനെ ഈ അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രൽ എന്നുള്ള മാറ്റി ഇൻ്റഗ്രൽ എഫ് ഡി ആൽഫ എന്ന് എഴുതാം. കാരണം ഇവ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി ആൽഫയും ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി ആൽഫയും ഈക്വലായി എഫ് ആർ ആൽഫയിലുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ
അതിന് പകരം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എപ്സിലോൺ എൻ ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ലെസ് ദൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ വിച്ച് ഇസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എൻ ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്ന് കിട്ടും. സോ ടേക്കിംഗ് മോഡുലസ് വി ഗെറ്റ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ less than or equal to epsilon n into alpha of b minus alpha of a. So as earlier as n tends to infinity, epsilon n tends to 0. Sorry, that is epsilon n tends to 0. We have as n tends to infinity, integral a to b f n d alpha tends to integral a to b f d alpha. That means limit n tends to infinity, integral a to b f n d alpha is equal to integral a to b f d alpha. So whenever the sequence of Riemann integrable function converges uniformly to a function f, then that function f is also Riemann integrable, and in that case integral and limit can be interchanged. Next corollary is for the series. അതായത് ഈച്ച് എഫ് എൻ റിമൈൻ ഇൻ്റഗ്രബിൾ ആണ് അതിൻ്റെ സീരീസിൻ്റെ സം എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ സീരീസ് യൂണിഫോംലി കൺവെർജൻറ്റും ആണെങ്കിൽ നമുക്ക് ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫയാണ്. ആക്ച്വലി ദിസ് ഇസ് സെയിം ആസ് ഇൻ്റഗ്രൽ എ ടു ബി. What is f? F is summation n equal to 1 to infinity fn of x. d alpha is equal to summation n equal to 1 to infinity a to b fn d alpha. That is integral of the sum is sum of the integral. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ ആലോചിച്ച് ഒന്ന് എഴുതണം. സീരീസിൻ്റെ